2100 കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല? 9.5% ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ? പിന്നെ 22 കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു? അപ്പോൾ ഇതെല്ലാം നോർമൽ പ്രശ്നങ്ങളാണ്. ഫേമ അപ്രൂവൽ എടുത്തോ? RBIൻ്റെ അപ്രൂവൽ എടുത്തോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞ് ഓടരുത്. നിങ്ങൾ അതിൻ്റെ മറുപടി തരിക. ഇതല്ലേ ഒരു സർക്കാരിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ? അതല്ലാണ്ട് രാഷ്ട്രമെന്ന് പറഞ്ഞ് ഒളിച്ച് നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത് പാർട്ടി ഫണ്ടല്ല, ഇത് CPMൻ്റെ ഇൻറ്റേർണൽ മാറ്റർ അല്ല, ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ്. അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ ED അന്വേഷിക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പേടി? അല്ല, മൊത്തം അന്വേഷിക്കുന്നു. എത്രയോ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ലണ്ടൻ പോയത് ഈ കാശ് റേസ് ചെയ്യുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ പോകുന്നുണ്ടോ? എന്താ എല്ലാവരും ഇന്ത്യൻ ബാങ്കിൽ നിന്നല്ല കാശ് എടുക്കുന്നത്? ബോണ്ട് എല്ലാ സ്റ്റേറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇന്ത്യൻ ബോണ്ട്സ് ആണല്ലോ റേസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട്? എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഒരു ആലോചന? എന്തായിരുന്നു ചിന്ത? എന്തായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി? ഒന്ന് പറയണം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ചോദ്യമല്ലേ, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമല്ലേ? അതിൻ്റെ ഒരു ഉത്തരം തരണം. ഒരു സർക്കാരിൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് അത് പറയാൻ. ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോവല്ല ചെയ്യേണ്ടത്, ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രം. ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കടമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലേ? പറയണം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം.